ഇന്നലെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെതിരെയുള്ള ടെസ്റ്റ് ODI സീരീസുകളിലേക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചു അല്ലേ. ടീമുകളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് പുതുമുഖങ്ങളൊക്കെ കാണുന്നുണ്ട് നമ്മൾ. ഓക്കെ, പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നതിലൊന്നും ആർക്കും എതിരഭിപ്രായമില്ല. അങ്ങനെ കയറി വരണം. അതുകൂടാതെ ഈ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരങ്ങളാണ് ടെസ്റ്റ് ടീമിൽ ബഹുഭൂരിഭാഗവും എന്ന് പറഞ്ഞിട്ടൊരു വിവാദം ഇങ്ങനെ കയറി വരുന്നുണ്ട്. 7 പേരാണ്ട് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പോലും. എന്ത് തന്നെയായാലും ക്യാപ്റ്റൻ അവിടെ നിന്ന് ആയ സ്ഥിതിക്ക് ക്യാപ്റ്റൻ അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആളുകൾ പ്രൊമോട്ട് ചെയ്തായിരിക്കും. അതെല്ലാം വിട്ടേരും. നമ്മൾ അതൊന്നുമല്ല ചർച്ച ചെയ്തത്. നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടെസ്റ്റ് ടീമിലും ODI ടീമിലും കയറാൻ യോഗ്യതയില്ലാത്ത ആളാണോ ഈ മുഹമ്മദ് ഷാമി എന്നുള്ളതാണ്. മുഹമ്മദ് ഷാമി നമുക്ക് 2 വേൾഡ് കപ്പുകളിലായിട്ട് നമ്മൾ ഒരുപാട് വിജയങ്ങൾ നേടിത്തന്ന, എസ്പെഷ്യലി ലാസ്റ്റ് ലോകകപ്പിൻ്റെ ഫൈനൽ വരെ എത്തിച്ചതിൽ ഏറ്റവും നിർണായക പങ്ക് വഹിച്ച മുഹമ്മദ് ഷാമി, അദ്ദേഹത്തിന് നിങ്ങൾ എന്തുകൊണ്ടിങ്ങനെ ഇഗ്നോർ ചെയ്യുന്നു? അപ്പോൾ ഇത് അജിത് അഗാർക്കറിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്ത മറുപടിയാണ്, no, as far as we have been told that at this point his body is allowing him to play. I know he has played a domestic season this year, but from the information that I have got is that at this point it's T20 cricket that he is sort of ready for, so there was no discussion regarding him. ടെസ്റ്റ് ടീമിലേക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിനെ പരിഗണിക്കുന്നില്ല എന്നുള്ളതിനുള്ള മറുപടിയാണ്. എങ്ങനെയുണ്ട്? കഴിഞ്ഞ സെലക്ഷൻ വരെ പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് മുഹമ്മദ് ഷാമിക്ക് ഫിറ്റ്നസ് വല്ലതും ഉണ്ടോ, അദ്ദേഹത്തിനെ കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്ക് ഇല്ല എന്നാണ്. എന്നതിന് ശേഷം അദ്ദേഹം രഞ്ജി പോയിട്ട് വിക്കറ്റുകൾ കൊയ്തു ബംഗാളിന് വേണ്ടി. അപ്പോൾ അതെങ്ങനെയോ അറിഞ്ഞ അഗാർക്കർ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഡൊമസ്റ്റിക് കളിച്ചു എന്ന് ഞാനിങ്ങനെ കേട്ടു, എനിക്ക് വലിയ അറിവുകളൊന്നും ഇല്ല. എൻ്റെ അറിവിൽ ഇത്രയേ ഉള്ളൂ, അദ്ദേഹം IPL കളിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം T20 കളിക്കാനായിട്ട് T20 കളിക്കുന്നുണ്ട്, അത്രയും മാത്രമേ എനിക്കറിയുള്ളൂ. മറ്റ് ടെസ്റ്റിനെ കുറിച്ചോ ബോഡി അതിനെക്കുറിച്ചൊന്നും ഇവിടെ ചർച്ചയില്ല, അതിനെക്കുറിച്ചും ഒന്നും പറയുന്നുമില്ല. ദാറ്റ് മീൻസ് അതിനകത്തേക്കൊന്നും അദ്ദേഹത്തിന് ഇനി പരിഗണിക്കില്ല എന്നാണ്. എന്നാൽ ഇനി അയർലാൻഡ് ഇംഗ്ലണ്ടിനെതിരെയുള്ള T20 സീരീസ് പ്രഖ്യാപിക്കുമ്പോൾ ഇദ്ദേഹം ഉണ്ടാവും എന്നൊക്കെ തോന്നുന്നുണ്ടോ? അപ്പോൾ പുള്ളി വേറെ എന്തെങ്കിലും കാരണം പറയും. അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഷമീനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഡൊമസ്റ്റിക് സീസണിൽ, അതായത് ടെസ്റ്റിനെ സംബന്ധിച്ച് രഞ്ജി ട്രോഫി ആണല്ലോ ഒരു ചവിട്ടുപടിയായിട്ട് കണക്കാക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ അക്യൂബ് നബി ജമ്മു കാശ്മീരിൻ്റെ, എന്തേ അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല? ഈ രഞ്ജി ട്രോഫിയൊക്കെ ഒരു മാനദണ്ഡമായിട്ട് നോക്കുമ്പോൾ അക്യൂബ് നബിക്ക് തീർച്ചയായും ഒരു സ്പോട്ട് കൊടുക്കണ്ടേ? താങ്കളുടെ സെലക്ഷൻ എസ്പെഷ്യലി ഈ ടെസ്റ്റ് ODI പരിപൂർണ അബദ്ധം തന്നെയാണ്, ഒന്നും പറയാൻ ഇല്ല. അതായത് താങ്കളുടെ കാലാവധി കഴിഞ്ഞതില്ലേ, പിന്നെ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് എന്തിനും?